കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുണയും കർത്തൃകൃപയും നമ്മുടെ മേൽ പകർത്തപ്പെടുമ്പോൾ, ആ ദൈവസ്നേഹം നമ്മുടെ മേൽ നിറയുമ്പോൾ നമ്മുടെ ആന്തരികതയിൽ ആ സ്വർഗീയ സന്തോഷം വ്യാപരിക്കാൻ തുടങ്ങും. യേശുവല്ലാതെ സ്വർഗത്തിൻ്റെ സന്തോഷം നമുക്ക് പകർന്നു തരാൻ വേറെ ആരുമില്ല. ആയതുകൊണ്ട് യേശുവിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് അഭയപ്പെടാനുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ ആളുകൾ യേശുവിലല്ലാതെ എൻ്റെ നിത്യരക്ഷയില്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ആളുകളെയാണ് വിശ്വാസികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ പ്രത്യേകത യേശു ക്രിസ്തുവിലാണ് എൻ്റെ രക്ഷ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതൊരു തൈലാഭിഷേകം നടത്തുന്നതാണ്. അത് രോഗികളുടെ തൈലാഭിഷേകമല്ല, ക്രിസ്തുവിന് ഒരാൾ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ്. 12-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ലാസറിന്റെ സഹോദരിയായ മറിയം ചെയ്ത ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നത്. മറിയം വളരെ വില കൂടിയ ഒരു തൈലം അവളുടെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു, നർദീൻ തൈലം. യൂദ അതിന് വിലയിട്ടത്, യൂദ യേശുവിന് എത്ര വിലയിട്ടത്? പക്ഷെ തൈലത്തിന് എത്ര ഇട്ടെന്നറിയോ? 300 ദിനാർ. യൂദ അത്യാവശ്യം സാമ്പത്തികം അറിയുന്ന ആളാണെന്നാണ് തോന്നുന്നത്. കാരണം കർത്താവിന്റെ പള്ളിയിലെ ട്രസ്റ്റി പുള്ളിയായിരുന്നു, അല്ലേ? എന്നാ ഭണ്ഡാരം അവന്റെ കയ്യിലായിരുന്നു, പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. ആ പുള്ളി എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് വിലയിടുന്ന ആളാണ്. പുള്ളിക്കാരൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇതാ മറിയം യേശു വന്നു കഴിഞ്ഞപ്പം അകത്തേക്ക് ഓടി ചെന്നിട്ട് അവളുടെ സ്വന്തം കസ്റ്റഡിയിൽ ഇരിക്കുന്ന നർദീൻ തൈലം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ടത് യേശുവിന്റെ കാൽപാദങ്ങളിലും കൂടെ ഒഴിച്ചു. യേശുവിന്റെ പാദങ്ങളിൽ കൊണ്ടുവന്ന് 300 ദിനാറയ്ക്കുള്ള ഈ തൈലം മുഴുവൻ അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ടൊരു തുണിയെടുത്ത് തുടച്ചാൽ മതി. പുള്ളിക്കാരിച്ച് അതിന് നിന്നില്ല, തലമുടി കൊണ്ട് തോർത്തി. എന്ന് വെച്ചാൽ അവന്റെ പാദങ്ങളെ ചുംബിച്ച് അവിടെ ശരണപ്പെട്ടു. തൈലത്തിന്റെ പരിമളം കൊണ്ട് ആ വീട് നിറഞ്ഞു. എന്നാ കൊണ്ടാ നിറഞ്ഞ? തൈലത്തിന്റെ പരിമളം കൊണ്ട്. അല്ല, ഈ തൈലം ഇത്രയും നേരം വീട്ടിലുണ്ടായിരുന്നല്ലോ. അത് വന്ന യൂദായുടെ കാലയിൽ കുറച്ചൊഴിച്ച്, പത്രോസിന്റെ കാലയിൽ കുറച്ചൊഴിച്ച്, വേണ്ട മറിയത്തിന്റെ തന്നെ ദേഹത്ത് ഇച്ചിരി ഒഴിച്ച്, എന്നാലും നിറയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ആ വീട്ടിൽ നിറഞ്ഞിരിക്കുന്ന സുഗന്ധം എന്തെന്നറിയൂ? യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു സുഗന്ധം. അല്ല, യേശുവിന്റെ ശരീരത്തിൽ എങ്ങനെ ഈ വീട്ടിൽ വരാനുള്ള സുഗന്ധം ഉണ്ടായി? ഇപ്പോൾ ആ വീട് നിറഞ്ഞിരിക്കുന്നത് നോക്ക്, സുവിശേഷം സുന്ദരമായി എഴുതിയിരിക്കുകയാണ്, തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞെന്ന്. ആ വീട്ടിൽ എങ്ങനെയായി? ഏതാണ് ഈ തൈലം? യേശുവിൽ ചാർത്തിയ തൈലം. ആര് ചാർത്തിയത്? ആ വീട്ടിൽ ചേച്ചി ചാർത്തിയത്. അല്ല, അവർക്ക് എങ്ങനെ ഈ തൈലം കിട്ടിയത്? നന്നായിട്ടൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അത്ര നല്ല സ്വഭാവക്കാരി ആയിരുന്നില്ല. അത്ര നല്ല അഭിപ്രായം ഈ ചേച്ചിയെ കുറിച്ചില്ല. യേശു അവിടെ പോകുന്നതുകൊണ്ട് ആൾക്കാർക്കൊക്കെ ഇച്ചിരി മിന്നിപ്പും ഉണ്ടായിരുന്നു. അവൻ ആ മറിയത്തിന്റെ കൂടെയാണ്. അപ്പൊ അത്ര നല്ല ഒരിടറിയ സ്ത്രീയെ പോലെ നാട്ടുകാർ കണ്ടതാണ്. വേദോസ്തവത്തിൽ മുഴുവൻ ഉണ്ടോന്ന് എനിക്കറിയാൻ മേല. ഒരു ഇടറിയ സ്ത്രീയെ പോലെ കണ്ടതാണ്. അപ്പൊ ഇടറിയ ജീവിതത്തിലൂടെ അവൾ നേടിയ ചില സമ്പത്ത്, അവൾ നേടിയ ചിലത് പലതും. പക്ഷെ ക്രിസ്തു അവളുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ അവൾ അവന്റെ മേൽ സമർപ്പിച്ചു. അവളുടെ സമർപ്പണത്തിന്റെ സുഗന്ധം യേശുവിൽ നിന്ന് വന്നു. യേശുവിൽ സമർപ്പിക്കുന്നുവോ അതിന്റെ സുഗന്ധം വരാൻ തുടങ്ങും. ഞാൻ യേശുവിൽ എൻ്റെ പാപവും എൻ്റെ കുശുമ്പും എൻ്റെ കുന്നായ്മയും മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതേ പകരത്തുള്ളൂ. അവൾ യേശുവിൽ അവൾക്കുള്ളതെല്ലാം സമർപ്പിച്ചു. ഇപ്പോൾ ആ വീട് മുഴുവൻ തൈലത്തിന്റെ പരിമളം കൊണ്ട് നിറഞ്ഞു. ആരിൽ ചാർത്തിയ തൈലം? ആരിൽ ചാർത്തിയ തൈലം? യേശുവിൽ ചാർത്തിയ തൈലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സുന്ദരമായ ഈ ദിവസം ഇങ്ങനെ കർത്തൃവചനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലും, എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ മൂലകളിലും ഒരു പരിമളം എത്തണം. ഏത് പരിമളം? ഞാൻ എൻ്റെ യേശുവിന് കൊടുത്ത പരിമളം. ഞാൻ എൻ്റെ യേശുവിൽ അർപ്പിച്ച പ്രാർത്ഥനയുടെ, ഞാൻ അർപ്പിച്ച നല്ല വഴിപാടുകളുടെ, നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികളുടെ ഞാൻ അർപ്പിച്ച എൻ്റെ സമർപ്പണങ്ങളുടെ പരിമളം ഒഴുകണം. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, യേശുവിൽ നീ എന്തർപ്പിച്ചു? ഇല്ല, ക്രിസ്തുവിൽ ഞാൻ അർപ്പിക്കുകയല്ല ചെയ്തത്, ഞാൻ ഇങ്ങോട്ട് വാങ്ങാൻ മാത്രം, എനിക്കത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. പകരം ക്രിസ്തുവിൽ എന്ത് സമർപ്പിച്ചു? മറിയം അവളുടെ ജീവിതം മുഴുവൻ അവളിൽ സമർപ്പിച്ചു. അപ്പോൾ അവനിൽ നിന്ന് പുറപ്പെട്ട പരിമളം
അത് അവൾ ചാർത്തിയ സൽപ്രവൃത്തിയുടെ പരിമളം കൊണ്ട് ആ വീട് മുഴുവൻ നിറഞ്ഞു. ആ വീടിന് പ്രത്യേകതയുണ്ട്. യേശുവിൻ്റെ പരിമളമുള്ള വീട്ടിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. കാരണം എന്താണ്? അതൊരു സാക്ഷ്യത്തിൻ്റെ വീടായി മാറി. അവിടെ ഒരു സാക്ഷ്യത്തിൻ്റെ വീട്. നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾ പറയില്ലേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. ആ വീട്ടിലെങ്ങനെ പറയാനുണ്ടായിരുന്നു? ആളുകൾ അവിടെ വന്നു. അവർ വന്നത് യേശുവിനെ മാത്രം കണ്ടാൽ പോരാ, ആ സാക്ഷ്യം കൂടെ കാണണം. ഉയർപ്പിച്ച ലാസർ അവിടെയുണ്ട്, അതെല്ലാം കൂടെ കാണണം. അപ്പോഴത്തേക്കും ശത്രുക്കൾക്ക് പിശാചിനെ ഇതങ്ങോട്ട് ഹാലിളകി. പിശാച് ആളുകളോട് പറഞ്ഞു, അവൻ്റെ ആളുകളോട് പറഞ്ഞു, ചെല്ല് അവിടെ ചെന്ന് യേശുവിനെ മാത്രം കണ്ടാൽ പോരെ, ലാസറിനെ കണ്ടാൽ മാത്രം പോരെ, കൊന്നിട്ട് വന്നേക്കണം. ലാസറിനെ കൂടെ കൊല്ലണം. കാരണം അവൻ കാരണം കണ്ടവൻ ആൾക്കാർ യേശു വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ഒരു പോരാട്ടം ഉണ്ടാവും, അത് ഉറപ്പാണ്. അതവിടെ പോരാടിക്കോട്ടെ. അതിനെ നിഷ്കാസനം ചെയ്യാൻ കെൽപ്പുള്ളവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ക്രിസ്തുവിന് സമർപ്പിച്ച് ക്രിസ്തുവിൽ നിന്ന് ഈ പരിമളം സ്വീകരിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ പരിമളം ഇങ്ങനെ പകരും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ ക്രിസ്തുവിൻ്റെ പരിമളമാകുന്ന ആ വലിയ സന്തോഷം, സ്നേഹം, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർന്നാൽ നമുക്ക് വലിയ സന്തോഷവും സ്നേഹമൊക്കെയാണ്. ഓ, യേശുവിൻ്റെ മണമാണ്, യേശുവിൽ നിന്ന് വരുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ. പക്ഷെ പലപ്പോഴും ക്രിസ്തുവിന് സമർപ്പിക്കാനും ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാനും എനിക്ക് നിങ്ങൾക്കും പറ്റുന്നില്ല. പറയുന്ന ഞാനും മോശക്കാരനല്ല, നിങ്ങളും മോശക്കാരല്ല. എന്താ കാരണം? അതാണ് യേശയ്യാ പ്രവാചകൻ 59-ാം അധ്യായത്തിൽ പറഞ്ഞത്. കർത്താവിൻ്റെ മുമ്പിൽ പലപ്പോഴും നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? 59-ന്റെ 1-2. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക്. പരിചയമുള്ള വചനമാണ്. രക്ഷിപ്പാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരത്തിന് കുറുകൽ സംഭവിച്ചിട്ടില്ല, കേൾപ്പാൻ കഴിയാത്ത വിധം അവന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പിന്നെയോ, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. പാപമാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പരിമളം വരണമെങ്കിൽ ക്രിസ്തു അവിടെ വരണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ പേരെന്താണ്? പാപം. അവർക്ക് പറഞ്ഞതാ. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് വിഷമം തോന്നും. പാപം, ഇത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കാനല്ല, അനുഗ്രഹം അതിനെക്കുറിച്ച് പറയുക അല്ലേ. എല്ലാവർക്കും അനുഗ്രഹം കേൾക്കാനാണ് ഇഷ്ടം. പക്ഷെ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്തിനെ മാറ്റണം? ഇതാ ബൈബിൾ പറയണം, അനുഗ്രഹം വേണോ, പാപം മാറ്റണം. പക്ഷെ അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര തോന്നുന്നു, നിനക്ക് അത് കിട്ടും, നിനക്ക് ഇത് കിട്ടും, ഉറപ്പാണ് കിട്ടും. പക്ഷെ ക്രിസ്തു പറയുകയാണ്, പാപം മാറ്റണം. അപ്പം നമ്മൾ ഒരു കുമ്പസാരത്തിന് ചെല്ലുമ്പം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു പോയി. അപ്പം നമുക്കത് പാപമാണ് എന്ന് മനസ്സിലായി. ഇത് പാപമാണ് എന്ന് മനസ്സിലാകാൻ നീ മാമോദീസ മുങ്ങേണ്ട ആവശ്യമുണ്ട്. ഇത് പാപമാണെന്ന് മനസ്സിലാകാൻ നമ്മൾ വേദപുസ്തകം വായിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മളെടുത്ത് ചോദിക്കുക, മാമോദീസ സ്വീകരിക്കാത്ത, ബൈബിൾ വായിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനോട് ഇന്ന് ചോദിക്കുക, ചേട്ടാ കൊലപാതകത്തെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? പുള്ളി എന്തായിരിക്കും പറയാം? പാവമാണ്. വഞ്ചന, ചതി, ഇതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അയാൾ എന്താ പറയാ? അപ്പൊ ക്രിസ്ത്യാനിയുടെ പാപ നിലവാരം അത് മതിയോ? മതിയോ? അപ്പൊ നമ്മുടെ പാപ നിലവാരം മാറണം. അപ്പൊ എന്റെയും നിങ്ങളുടെ, ഈ പറയണ ഞാൻ കേമനല്ല, പറയണ എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും പാപത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് അവിശ്വാസിയുടെ നിലവാരത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഈ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ നിലവാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്റെ ഏകജാതന്റെ അയച്ച് മായ്ച്ച പാപത്തിന്റെ മേഖല നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ പാപമേഖല ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും പാപത്തെ കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തികളിലൂടെയാണ്, അല്ലേ? ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ മാതാവിനെ തല്ലി, ഞാൻ അപ്പനെ ഉപദ്രവിച്ചു, ഞാൻ സഹോദരനെ ഇങ്ങനെ ചെയ്തു. ഈ ചെയ്ത പ്രവർത്തികളുമായിട്ടുള്ള പാപം, ഈ പാപം പരിഹരിക്കാൻ യേശു ക്രിസ്തു ക്രൂസിൽ മരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരുത്തൻ കൊലപാതകയാണെന്ന് വിചാരിക്കുക, അവൻ ഭയങ്കര കൊലപാതകം, അവൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൊലപാതകം ഉള്ളവന് അവന്റെ ആ പ്രവൃത്തി നിർത്താൻ ഒരു വഴിയുണ്ട്, പിടിച്ച് ജയിലിലിട്ടാൽ മതി. വിഷയം തീർന്നില്ല. ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, തട്ടിപ്പറിക്കുക, അങ്ങനത്തെ ആളാണ്. 2 കൈയും 2 കാലും കെട്ടി ആ കട്ടിലേക്ക് കെട്ടി അവിടെ കിട്ടാൽ മതി. ശരീരം ചെയ്യുന്ന പാപപ്രവൃത്തി നിയന്ത്രിക്കാൻ അവനെ ബന്ധിച്ചാൽ മതി. ശരിയാണോ? അതിന് വേദപുസ്തകം വായിക്കണം. രാവിലെ വൈകുന്നേരം കർത്താവേ ഞാൻ കൊലപാതകം ചെയ്യാതിരിക്കാൻ വേണോ? വേണ്ട. അത് ചെയ്യാതിരിക്കാൻ പാപപ്രവൃത്തി, ഈ ജഡമയമായ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാപത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഗവൺമെന്റ് നിയന്ത്രിച്ചോളൂ. ഇല്ലെങ്കിൽ ഒരു കയ്യും കാലും കെട്ടിയിട്ട് ഇടാൻ പറഞ്ഞാൽ മതി.
കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ പാപം എവിടെയാണ്? ശരീരത്തിൽ കിടക്കുന്ന പാപത്തെ വെച്ചുകൊണ്ടല്ല നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി നമ്മുടെ പാപ നിലവാരം അളക്കേണ്ടത്. ഇച്ചിരി കട്ടിയുള്ള കാര്യം ഞാൻ പറഞ്ഞു ആണോ? മനസ്സിലായോ? ശരി. അപ്പൊ പിന്നെ പാപം എവിടെ കിടക്കുന്നത്? എവിടെ കിടക്കുന്നത്? ഹൃദയത്തിലാണ് പാപം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, കൊലപാതകം ചെയ്യുന്നത് പാപമാണെന്ന് മോശ പറഞ്ഞു, എന്നാൽ ഞാൻ പറയുന്നു, സഹോദരനെ കൊലപാതക ചിന്തയോടുകൂടി ഒരു ബോഷ എന്ന് വിളിച്ചാൽ അത് കൊലപാതകത്തിന് തുല്യമാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശയുടെ പ്രമാണത്തിലുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടൊന്ന് നോക്കിയാൽ പോലും അത്. അപ്പൊ എവിടെ കിടക്കുന്നത്? ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ കിടക്കുന്ന പാപം. ഈ പാപം ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ദൈവത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? പറ്റും. ആർക്കാ? നമുക്ക്. ഇപ്പൊ ഒന്ന്, ശരീരത്തിന്റെ നിർമ്മലത നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ശരീരം കൊണ്ട് പാപം സംഭവിക്കുന്നു. ഹൃദയം വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഹൃദയം പിന്നെയും ദുഷ്ടതയിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം 36 കിടക്കുകയാണ്, മനുഷ്യന്റെ ഹൃദയം ദുഷ്ടതയോട് ചാഞ്ഞിരിക്കുന്നു, അങ്ങോട്ട് ചാഞ്ഞിരിക്കുകയാണ്. അതിനാണ് പ്രേരണ കൊടുത്തത്. അപ്പൊ പിന്നെ മൂന്നാമത്തത്, ഹൃദയം നല്ലതായെന്ന് വിചാരിക്കുക. ശരീരവും മാനസാന്തരപ്പെട്ടു, ഹൃദയവും നന്നായി. എന്നെ കേട്ടെ, ശരീരവും നന്നായി, ഹൃദയവും നന്നായി. ആ മനുഷ്യന് പാപം ഉണ്ടാവും? എന്തെങ്കിലും പറ. ശരീരം നന്നായി, മാനസാന്തരപ്പെട്ടു, തീരുമാനിച്ചു, ഇനി ഞാൻ കൊലപാതകത്തിനില്ല, അതിനില്ല, ഇതിനില്ല, തീരുമാനിച്ചു. ഹൃദയവും നന്നായി, നല്ല ഹൃദയം, നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായി. അയാളുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ, അയ്യോ, ആ ഹൃദയത്തിൽ നന്മ മാത്രം ആഗ്രഹിക്കുന്നു. ഇനി അത് അയാളിൽ നിന്ന് പാപം വരൂ? വായിക്കുക, റോമാലേഖനം 7-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. റോമൻസ് 7:21 വചനം. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. മതി. ബാക്കി കൂടെ വെച്ചേ. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എന്റെ അവയവങ്ങളിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ശരീരവും നന്നായി, മനസ്സും നന്നായി എന്ന് പറഞ്ഞ, ശരീരവും നന്നായി, മനസ്സും നന്നായി. പക്ഷെ ഇപ്പൊ പറയുകയാണ്, എന്റെ മനസ്സിന്റെ പ്രത്യേകത എന്താണ്? നന്മ ഇച്ഛിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എന്റെ അർത്ഥം എന്താ? ഹൃദയം നല്ലതാണ്, അല്ലേ? ഇപ്പൊ നമ്മളിവിടെ നന്മ ഇച്ഛിക്കുന്നു, നല്ലത് മാത്രം. കർത്താവേ, ഈ കസേരയിൽ എൻ്റെ അടുത്തിരിക്കുന്നവർക്കെല്ലാം നല്ലത് വരണമേ, എൻ്റെ ജീവിതത്തിന് ചുറ്റുമുള്ള എല്ലാവർക്കും നല്ലത് വരണമേ, നല്ലത് വരണമേ. ഹൃദയം നല്ലതാണ്, ആർക്കും ദോഷമൊന്നും വരരുതേ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ, കഴിയുമെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് എല്ലാവരും അകത്ത് കയറ്റണമേ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഹൃദയം നല്ലത്, അതനുസരിച്ചല്ല പ്രവർത്തിക്കും. എന്നിട്ട് പൗലോസ് നിലവിളിക്കാൻ. ആരാ പൗലോസ്? ദമസ്കോസിന്റെ പടിവാതിക്കൽ കൊലപാതക ചിന്തയുമായിട്ട് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി വെമ്പൽ കൊണ്ടുപോയ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ആരാണ് കർത്താവ് എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. 3 ദിവസം ദൈവദർശനം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അനന്യാസ് അവന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അവൻ ദൈവതേജസ് കൊണ്ട് നിറഞ്ഞു. അവൻ കർത്താവിനെ സ്വന്തമാക്കി. അവൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. അവൻ കർത്തൃവേലയിൽ വ്യാപരിച്ചു. ആ വ്യാപരിച്ച പൗലോസ്, ആ മാനസാന്തരപ്പെട്ട പൗലോസ്, ആ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞ പൗലോസ്, സ്വർഗത്തിലെ ദൈവത്തെ, ആകാശത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് ദൈവത്തെ മാത്രം മതി എന്ന് പറഞ്ഞവൻ, കാണപ്പെടുന്ന ഈ കൂടാരം അഴിഞ്ഞു പോയാലും കാണപ്പെടാത്ത ദൈവത്തിന്റെ ആ സ്വർഗീയ കൂടാരം എനിക്കുണ്ടെന്ന് നല്ല ബോധ്യമുള്ളവൻ, ഭൗമികമായി കൂടാരം അഴിഞ്ഞു പോയാലും കൈപ്പണിയില്ലാത്ത ദൈവത്തിന്റെ ദാനമായ കെട്ടിടം എനിക്കുണ്ട്, ഈ ഉറപ്പുള്ള പൗലോസ് പറയാണ്, എൻ്റെ ഹൃദയം നല്ലതാണ്. പക്ഷെ നിന്നിൽ എന്താ പുറത്തേക്ക് വരുന്നത്? അതെവിടെ കിടക്കുന്നത്? എൻ്റെ അവയവങ്ങളിലൊക്കെ അതാ കിടക്കുന്നത്. എൻ്റെ അവയവങ്ങളിലൊക്കെ ഈ പാപം കിടക്കുന്നു. അതുകൊണ്ട് എന്നെ വെറുതെ എവിടേക്ക് വിട്ടാലും എന്റെ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. ഇതാരാണ് ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? നിയമങ്ങൾ, അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? മനസ്സിലായോ? ഇങ്ങനത്തെ ഇതിലും വലിയ സ്റ്റാൻഡേർഡ് ഉദാഹരണം പറയാനുള്ള അറിവ് നമുക്കില്ല. അപ്പൊ മനസ്സിലായില്ലേ? ഇയാൾക്ക് എന്തായി? ഇപ്പൊ നിയമം ഉള്ളത് കൊണ്ട് എന്ത് മനസ്സിലായി? പാപം മനസ്സിലായി. അപ്പൊ ദൈവത്തിന്റെ ചില നിയമങ്ങൾ. ആദ്യം എത്ര നിയമം ഉണ്ടായിരുന്നു? ഒരു നിയമം. ഏതെങ്കിലും തോട്ടത്തിൽ ഒരു നിയമമുള്ളൂ, എല്ലാ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാം, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. പിന്നീട് അത് കളിച്ചു പിടിച്ച് 10 എണ്ണായി. പിന്നീട് ഇത് മാലാഖി പ്രവചനത്തിലേക്ക് നോക്കുമ്പോൾ എണ്ണി വരുമ്പോൾ 613 എണ്ണായി.
പിന്നെ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ട് ഈ 613 എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച 2 അതൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. പിന്നെ അത് ഒന്നാക്കി, അതേ പിന്നെ പറയും. ഇങ്ങനെ ഓരോന്നും തലയ്ക്കകത്ത് ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ നിയമത്തിലൂടെ വെളിപ്പെടുന്നു. പൗലോസ്ലീഹ പറയാണ്, ഹൃദയം നന്നായിട്ടും കാര്യമില്ല. ഇതാർക്കേ മനസ്സിലാവുള്ളൂ? ദൈവമക്കൾക്ക് മാത്രം മനസ്സിലാകുന്ന പാപമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. മറ്റത് ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. ദൈവിക നിയമമുള്ളവർക്ക് മനസ്സിലാകുന്ന പാപമാണ്. പക്ഷെ അതാണോ സത്യത്തിൽ ഈ ബൈബിൾ നമ്മളോട് പഠിപ്പിക്കുന്ന പാപം? അതല്ല ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്ന പാപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിത്യരക്ഷയെ കെടുത്തുന്ന, നമ്മുടെ നിത്യജീവനെ കെടുത്തുന്ന പാപം അതുമല്ല. അതേതാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് പഠിപ്പിച്ചത്. ഏതാണ് പാപം? അപ്പോൾ ഞാൻ പറഞ്ഞു, കുറെ പ്രവൃത്തികൾ വെച്ചിട്ട് ഇതാണ് പാപം എന്ന് പറയാൻ പാടില്ല. പ്രവൃത്തികൾ എന്താണ്? പാപത്തിൻ്റെ ഫലമാണ്. ഇപ്പം ഹൃദയത്തിൽ കിടക്കുന്ന കുറേ സാധനങ്ങൾ, അതെന്താണ്? മനസ്സിനകത്തേക്ക് വന്ന പാപത്തിൻ്റെ ഫലങ്ങൾ. ഇപ്പം ഹൃദയമൊക്കെ നന്നാക്കിയിട്ടും അവയവങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ് ഈ പാപം. അത് പുറത്തേക്ക് വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് പറഞ്ഞു, എൻ്റെ അവയവങ്ങളിൽ ഇത് പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. ഇതെവിടെ നിന്ന് അവയവങ്ങളിൽ പറ്റിപ്പിടിച്ചെന്ന്? എവിടെന്നാ? കേട്ടോ, ഉൽപ്പത്തി 3-ാം അധ്യായം 17-ാം തിരുവചനം. തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. കണ്ടോ, ഇവിടെ എന്തുണ്ടാകാൻ തുടങ്ങി? നല്ല ഭൂമിയായിരുന്നു, എന്ത് തന്നെ ഉണ്ടാകാൻ തുടങ്ങി? മുള്ളും. സ്തോത്രം, ഉറങ്ങിയിരിക്കുകയാണോ? മുള്ളും മുൾച്ചെടികളും. ഇത് ആ മണ്ണിൽ മാത്രമല്ല, ഈ മണ്ണിലും. ആ മണ്ണിൽ മാത്രമല്ല, ഈ മണ്ണിലും മുള്ളും മുൾച്ചെടിയും ഉണ്ടാകാൻ തുടങ്ങി. തന്നെ വിട്ടു കഴിഞ്ഞാൽ ഇതേ വരത്തുള്ളൂ. ഏത് ഭൂമി വെറുതെ ഇട്ട് കഴിഞ്ഞാലും മുള്ളും മുൾച്ചെടിയും പുറത്തേക്ക് വരാൻ തുടങ്ങി. ഏതോ, അതിപ്പോൾ ഇന്ത്യയിലാണേലും അമേരിക്കയിലാണെങ്കിലും എവിടെ കൊണ്ടിട്ടാലും ശുശ്രൂഷിച്ചില്ല എങ്കിൽ എന്താ വരാൻ തുടങ്ങും? മുള്ളും മുൾച്ചെടിയും മുളയ്ക്കാൻ തുടങ്ങും. അപ്പൊ മുള്ളും മുൾച്ചെടിയും അതിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നന്നായിട്ട് പരിപാലിക്കണം. ഈ മണ്ണിൽ, ഏത് മണ്ണ്? ഏതാണ്ട് കൊടുത്താൽ മണ്ണല്ല, ഈ മണ്ണില്ലേ, ഈ ശരീരമാകുന്ന മണ്ണ്, ഈ മണ്ണിൽ നിന്ന് മുള്ളും മുൾച്ചെടിയും പുറത്തേക്ക് വരാതിരിക്കണമെങ്കിൽ നീ നിരന്തരം ഇതിനെ പരിപാലിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെ? മുള്ളിനെയും മുൾച്ചെടിയും കെടുത്തുന്ന രീതിയിൽ നീ ഇതിൽ അധ്വാനിക്കണം. അതിന്റെ പേരാണ് പ്രാർത്ഥന, ഉപവാസം, വിശ്വാസം, വചന വായന, സൽപ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് ആ മുള്ളും മുൾച്ചെടിയും കെടുത്തണം. മുള്ളും മുൾച്ചെടിയും കെടുത്തണമെങ്കിൽ പ്രധാന പാപത്തെ മാറ്റണം, അതിനെടുത്ത് കളയണം. അതിനെ ഈ അവയവങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന, പ്രവൃത്തിയിൽ പുറത്തേക്ക് വരുന്ന ഈ പാപത്തിന്റെ നാരായ വേര് അതിനെടുത്ത് കളയണം. അതിനെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നമ്മൾ വിചാരിക്കുക, നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു പടുകൂറ്റം മരമുണ്ട്, അത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ മരം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, അത് വെട്ടിക്കള, അത് അങ്ങനെ വീടിനകത്തേക്ക് ചാഞ്ഞ് വീണാൽ പിന്നെ ഒന്നും മാത്രമല്ല, അത് ഒരു വീടിനൊരു മറയാണ്, അത് കളയാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് പിന്നെയും പൊടിക്കും. അപ്പോൾ ആരും ഒരു പറഞ്ഞ് ഇല മാത്രം കളയാൻ, അതിൻ്റെ കൊമ്പും കൂടെ വെട്ടിക്കളഞ്ഞു, എന്നാലും പൊടിക്കും. ഇനിയിപ്പോൾ നമ്മളത് അടിയോടെ വെട്ടിയെന്ന് വിചാരിച്ചോ, എന്നാലും അത് പൊടിക്കാൻ തുടങ്ങും. അത് പൊടിക്കാതിരിക്കണേ എന്ത് ചെയ്യണം? വേരടക്കം. അതാ പ്രശ്നം. ഈ പാപത്തിന്റെ വേര് പിഴുതു കളയണം. എന്താണ് ഇപ്പൊ പ്രധാന പാപം എന്ന് പറയുന്നത്? ഒരു ക്രിസ്ത്യാനിയുടെ അല്ല, ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മനുഷ്യന്റെ പാപം എന്താണ്? മനുഷ്യന്റെ പാപം എന്താണെന്ന് പറഞ്ഞാൽ, കേട്ടോളണം, ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതാണ് പാപം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവന് ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ഒന്നാമത് ശ്രദ്ധിച്ചേ, പാപത്തിന്റെ വിത്ത് ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ പറ്റില്ല. പാപത്തിന്റെ വിത്തുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവഹിതപ്രകാരം ജീവിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ പറ്റും, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ, പക്ഷെ ജീവിക്കാൻ പറ്റില്ല. ഇത് വലിയ പ്രശ്നമാണ്. പാപത്തിന്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണം. അതുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവഹിതപ്രകാരം ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ പറ്റണം? പാപത്തിന്റെ നാരായ വേര് പിഴുതു കളയും. അതെങ്ങനെ കളയും? കേട്ടോളണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം
പാപത്തിൻ്റെ ഈ നാരായ വേരിനെ പിഴുതുകളയുന്ന അതിശക്തമായ സന്ദേശങ്ങൾ നൽകിയ ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അതിൻ്റെ 8-ാമത്തെ തിരുവചനം. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? മതി കേട്ടെ. ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? പാപത്തിന്റെ വിത്ത് കിടക്കുന്ന വ്യക്തിക്ക് ദൈവഹിത പ്രകാരം ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവഹിത പ്രകാരം ജീവിക്കണമെങ്കിൽ ഒരു അനുഗ്രഹമുള്ള ജീവിതം, ഒരു വെടിപ്പുള്ളൊരു ജീവിതം, ദൈവകൃപയുള്ളൊരു ജീവിതം നമുക്കിവിടെ പൂർത്തീകരിക്കണമെങ്കിൽ, ദൈവഹിത പ്രകാരം ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചോദ്യമായിട്ട് കുറെ ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. എപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയെന്നറിയോ? അതാ പ്രധാനം. ഈ ചോദ്യം എപ്പോഴാണ് ചോദിക്കാൻ തോന്നിയെന്നറിയോ? കർത്താവ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോഴല്ല, കർത്താവ് ഒരു മുടന്തനെ സുഖപ്പെടുത്തിയപ്പോഴല്ല ഈ ചോദ്യം വന്നത്. ഈ ചോദ്യം വന്നത് സ്വർഗീയ മന്നായെ കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ, അവൻ താൻ എന്തിനാണ് ഈ ഭൂമിയിൽ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവർ ചോദിച്ചു, നീ ആരാ? ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. യേശു തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ചോദ്യം വന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ ദൈവം തന്റെ പുത്രനെ തന്റെ ജനത്തിന് വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ചോദ്യം, ദൈവഹിത പ്രകാരം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അഥവാ ഞങ്ങളിൽ കിടക്കുന്ന പാപത്തിന്റെ നാരായ വേര് പിഴുതു കളയാൻ എന്താ ചെയ്യേണ്ടത്? ഉത്തരം യേശു പറഞ്ഞൊരു ഉത്തരവുണ്ട്. നമ്മൾ വിചാരിക്കും പാപത്തിന്റെ വേര് പിഴുതു കളയാനാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, നീ വീട്ടിൽ ചെന്നിട്ട് വീടിന് ചുറ്റും 12 കല്ല് കുഴിച്ചിടുക, നീ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ വേണേൽ പറഞ്ഞ് ഒപ്പിച്ചു വിടാം. അല്ലെങ്കിൽ പറയാം, നീ ഒരു വലിയ കാളക്കൂറ്റനെ കൊണ്ടുവന്നിട്ട് ബലിയർപ്പിക്കുക, അങ്ങനെ ശരിയാവും. അതല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ദൈവഹിത പ്രകാരം ജീവിക്കാൻ എന്ന് വെച്ചാൽ പാപത്തിന്റെ നാരായ വേര് പിഴുതു കളയാൻ ഒറ്റ വഴിയുള്ളൂ. അടുത്ത വചനം വായിച്ചേ. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പറഞ്ഞേ ആമേൻ. 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 ഇതാണ് പ്രത്യേകത. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ആ വിശ്വാസം തുടങ്ങുമ്പോഴേക്കും എന്ത് സംഭവിക്കാൻ തുടങ്ങും? പാപത്തിന്റെ വേരുകൾ മാറാൻ തുടങ്ങും. തെളിവ്. ഇപ്പോ എൻ്റെ അപ്പൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അപ്പന് സമ്പത്തൊക്കെ എന്തെങ്കിലും ഇപ്പം അധ്വാനിക്കുന്നു, നേടുന്നു എന്ന് വിചാരിക്കുക. പണിയൊക്കെ എടുക്കുന്നു, കാശൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൻ ഇതൊക്കെ നേടുമ്പോഴും അപ്പൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഞാനുണ്ട്. ശരിയല്ലേ? അബ്രഹാമിൻ്റെ ഉള്ളിൽ, ലേവിയുടെ ഉള്ളിൽ, അബ്രഹാം മൽക്കിസദേക്കിനെ എതിരേൽക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഉള്ളിൽ ലേവി ഉണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ അപ്പൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഞാനുണ്ട്. നിങ്ങളുടെ അപ്പൻ്റെ ഉള്ളിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുണ്ട്. ശരിയല്ലേ? ശരിയാണോ? ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ട്. സമയമായപ്പോൾ വെളിപ്പെട്ടു. ശരി. അങ്ങനെയാണെങ്കിൽ ആദാമിൽ നമ്മളുണ്ടായിരുന്നു അല്ലേ? ബൈബിൾ യേശു പറഞ്ഞത് ആദാമിൽ. പൗലോസ്ലീഹ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്, ആദാമിൽ നമ്മൾ ഉണ്ടായിരുന്നു. എഫേസർ 1:4 വായിച്ചേ. എഫേസർ 1:4. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചു. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുത്തിട്ട് ലോകത്തിൽ സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായ ആദാമിൽ നമ്മളുണ്ട്. ആദം പാപം ചെയ്തപ്പോൾ ആ പാപത്തിന്റെ വിത്ത് ആരിലൊക്കെ കയറി? ആദാമിലുള്ള എല്ലാത്തിലും കയറി. അതിന്റെ പേരാണ് നമ്മൾ ഈ പറയുന്ന ജന്മപാപം എന്ന് പറയില്ലേ? ആദം പാപത്തിൽ ചെന്ന് വീണപ്പോൾ ആദാം ചെയ്ത പാപത്തിന്റെ മുഴുവൻ എഫക്റ്റും ആദാമിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവന്റെ ഉള്ളിലൊക്കെ കയറി. ഷുഗറുള്ള അപ്പന്റെ അമ്മയുടെ ഉള്ളിൽ അതിന് പുറത്തു വരുന്ന മക്കൾക്ക് സ്വാഭാവികമായിട്ടും അതുണ്ടാവും. ആ വിത്തുള്ളതുപോലെ ആദം പാപത്തിൽ ചെന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഈ ആദാമിലുള്ള സകല മനുഷ്യർക്കും, ലോകത്തിലെ മുഴുവൻ ജനത്തിന്റെ തലയിലും ഈ പാപം പെട്ടു. അതുകൊണ്ടാണ് നമ്മളെ കയ്യും കാലും കെട്ടി സടേശം കൊടുത്തിട്ടാലും ഉണരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകും, പാപത്തിൽ പോകും. കാരണം എന്താണ്? ഈ വിത്ത് അവിടെ നിന്ന് കയറി. മനസ്സിലാക്കി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഇത് കിടക്കുക.
വിശ്വാസിയാണേലും അവിശ്വാസിയാണേലും എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇത് കിടക്കുക. കൊണ്ടങ്ങിട്ട് കഴിഞ്ഞാൽ തന്നെ പാപം ഇങ്ങനെ പുറത്തേക്ക് വരും. ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരെയും ജനിച്ചു വരുന്നത് പോലെ, കിളിർത്ത് വരുന്നത് പോലെ മനുഷ്യൻ നിന്ന് പാപം ഇങ്ങനെ മുളച്ചു വന്നുകൊണ്ടേ ഇരിക്കും. ഇതിനെ കളയാൻ ഒരേ ഒരു വഴി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. വിശ്വസിച്ചില്ലെങ്കിലോ കേട്ടുകൊള്ളുക. യോഹന്നാന്റെ സുവിശേഷം 16:8. യോഹന്നാന്റെ സുവിശേഷം 16:8. അവൻ വന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ വന്ന്, അടുത്തത് പാപത്തെക്കുറിച്ചും. പരിശുദ്ധാത്മാവ്, കേട്ടെ, ഉറങ്ങരുത്, ശ്രദ്ധയോടെ കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു രക്ഷാവചനാണ് അച്ഛൻ പറയാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ അവൻ വന്നാൽ എന്തിനെ കുറിച്ച് ബോധ്യം തരും? പാപത്തെ കുറിച്ച് ബോധ്യം തരും. അപ്പൊ ഒന്നോടെ കേട്ടെ. ആദ്യം ഞാൻ പറഞ്ഞ കുറെ പാപങ്ങളില്ലേ, പ്രവൃത്തിയിൽ വരുന്ന പാപം, അത് വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് വേണോ? വേണോ? നാട്ടുകാർ മതിയില്ലേ? രജേച്ചോ ഇയാൾ എന്ത് പരിപാടിയെ കാട്ടണമെന്ന് പറയാം അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന പാപം അത് വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് വേണോ? നമ്മുടെ നാട്ടിലെ നിയമം അത് മതി, മനസാക്ഷി മതി. ശരി, നമ്മുടെ അവയവങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ചില പാവങ്ങൾ അത് മനസ്സിലാക്കാൻ എന്ത് മതി? ഈ പുസ്തകത്തിലെ നിയമങ്ങൾ മതി. ഈ നിയമം നോക്കിയാൽ മതി. ഈ നിയമം നോക്കിയിട്ട് നീ മാതാപിതാക്കന്മാരോട് ഇങ്ങനെ പെരുമാറുന്നത്, നീ സഹോദരനോട് ഇങ്ങനെ പെരുമാറുന്നത്, നീ പള്ളിയോട് ഇങ്ങനെ പെരുമാറുന്നത്, ഇത് ഈ പുസ്തകത്തിൽ ചില പ്രമാണമുണ്ട്. എന്നാൽ നാട്ടുകാർക്കും മനസാക്ഷിക്കും ഈ പ്രമാണത്തിന് പോലും വെളിപ്പെടുത്താൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് വന്ന് വെളിപ്പെടുത്തുന്ന ഒരു പാവമുണ്ട്. അതാണ് ഇപ്പൊ വായിച്ചു കേട്ടത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും വായിച്ചേ, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഇനി കേട്ടോളണം, എന്താ ഈ പാപത്തെ കുറിച്ച് പറയാനിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരുന്ന പാപം ഏതാണ്? എന്നെ കേട്ടെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന പാപം ഏതാണ്? ആ പാപം ഒരു വ്യക്തിക്ക് വെളിപ്പെട്ട് കിട്ടി കഴിയുമ്പോൾ അവൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന പാപം ഏതാണ്? 9-ാം വചനം വായിച്ചേ. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്, അവർ എന്നിൽ വിശ്വസിക്കാത്തതാണ് പാപത്തെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന്. അവൻ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പൊ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് പാപം ഏതാണ്? നിനക്ക് യേശുവിൽ വിശ്വസിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, അയ്യോ ഞാൻ ആ പാപം ചെയ്തു, ഈ പാപം ചെയ്തു എന്നല്ല, ഞാൻ എൻ്റെ യേശുവിനെ ഉപേക്ഷിച്ചല്ലോ എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. ക്രിസ്തുവിൽ ജീവിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിക്കാൻ പറ്റുന്നു? അതുകൊണ്ട് എന്താ വിശ്വസിക്കാൻ പറ്റുന്നത്? യേശു മറിയത്തിന്റെ മകനാണ്. യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? കേട്ടോളണം. യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ പ്രത്യേകത, അവനെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. അതാ പ്രത്യേകത. വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. തെളിവ്, യേശുവിന് വേണ്ടി മരിച്ച ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്തു നോക്കുക. അവരെന്തിനാ മരിച്ചത്? അവനോടുള്ള സ്നേഹത്തെ പ്രതി. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഓരോരുത്തരും മരിക്കാൻ തയ്യാറായി. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, 35-ാം തിരുവചനം, റോമർ 8:35, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. ആ സ്നേഹത്തെ കളയാൻ പിന്നെ ആർക്കും പറ്റില്ല. ഒന്നോടെ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റും. ആ സ്നേഹം കളയാൻ യഥാർത്ഥ വിശ്വാസിയിൽ ആ സ്നേഹം കളയാൻ ആർക്കും പറ്റില്ല. ഈവൻ ഇനി വായിക്കാൻ പോകുന്ന സാധനങ്ങൾ പോലും വായിച്ചേ. ക്ലേശമോ, അതിനോട് വായിക്കേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, പിന്നെയോ ദുരിതമോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, ആപത്തോ, വാളോ. പ്രിയപ്പെട്ടവര്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങിയാൽ, ഇപ്പൊ പറഞ്ഞ സാധനങ്ങളില്ലേ, ഇതൊന്നും വന്നാലും വിശ്വാസം കളയില്ല.
കൊല്ലുമെന്ന് പറയും അന്ന് കൊന്നോളം പറയും. അതാണ് നമ്മൾ ആരാധനയ്ക്ക് പാടുന്നത്. ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ. ആരാ സഹദേന്മാർ പറഞ്ഞാൽ? ക്രിസ്തുവിന് വേണ്ടി മരണപ്പെട്ടവർ. നാനാവിധ യാതനയെയും കുസിയിടാതെ, ഒന്നും കുസിയില്ല, ഗളരുതിരത്താൽ. ഗളരുതിരം എന്ന് പറഞ്ഞാൽ ഗളം കഴുത്ത്, രുതിരം രക്തം. ഗളരുതിരത്താൽ ധവളിമയംഗങ്ങൾക്കായി നൽകി. ധവളിമ പ്രകാശം. കഴുത്തിലെ ചോര ശരീരത്തിൽ വീണ് കഴിയുമ്പോൾ മൊത്തം പ്രകാശം കൊണ്ട് നിറഞ്ഞെന്ന്. പീഡകളെ വെന്നിഹമസിഹായെ പ്രാപിച്ചോർ ധന്യന്മാർ. ഇങ്ങോട്ട് തേജസ് കൊണ്ട് നിറയാണ്. ദുഃഖപ്പെട്ടു മരത്തിൽ വിലാവ് തുറന്ന ചവണം രക്തം വെള്ളമൊടൊഴുകും മസിഹായെ സഹദേന്മാർ കണ്ടങ്ങോടി മരിപ്പാനായി. ഇപ്പോഴാ പാട്ട് എഴുതിയെങ്കിൽ മാറ്റി എഴുതിൻ്റെ വന്നേനെ. കണ്ടങ്ങോടി മരിപ്പാനായി. കണ്ടങ്ങോടി ഇന്ന് നേരെ തിരിച്ചു എഴുതി കണ്ടങ്ങോടി മരിക്കാതിരിക്കാനായി. അങ്ങനെ എഴുതിൻ്റെ വന്നേനെ. അവർ പറഞ്ഞു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞു. മരിക്കാനാണോ? ഞങ്ങൾ ഓടി വരാം. മരണം പ്രാപിക്കുമ്പോൾ ഓടി ചെല്ലണം. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ചു യേശുവിന് വേണ്ടി. എന്ത് സ്നേഹിച്ചിട്ട്? നമ്മൾ വിശ്വാസികളാണോ? അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഞാൻ എന്നെ കേമനാക്കി പറയുന്നതല്ല, നമ്മുടെ ചങ്കി കൊള്ളുന്ന സാധനം ഈ പറഞ്ഞത്. വിശ്വാസിയുടെ പ്രത്യേകത രോഗമോ പീഡനമോ ഞെരുക്കുമോ പട്ടിണി എന്ത് വന്നു കഴിഞ്ഞാലും മരണം വന്നാൽ പോലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറില്ല. എന്നിട്ട് പറയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നതാണ് ലോകം, തറവാട്, വീട്, അത് ഇതെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് ഇനി മരണമാണെങ്കിൽ അതിലേക്കൊന്ന് ചെല്ലുമെന്ന്. അതിന്റെ പേരാണ് വിശ്വാസി. അവർ എന്നിൽ വിശ്വസിക്കുന്നത്. അപ്പൊ വിശ്വസിക്കുന്നവന്റെ പ്രത്യേകത അവർ ക്രിസ്തുവിനെ സ്നേഹിക്കും. സ്നേഹിക്കും. എങ്ങനെ സ്നേഹിക്കുക? ഇപ്പൊ ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കുക? ഒരു ക്രൂശിത രൂപം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് അവിടെ ചെന്നിട്ട് കർത്താവേ ഐ ലവ് യു അങ്ങനെ പറയുന്നതായിരിക്കും. എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുക? എൻ്റെ ചക്കര ക്രിസ്തുവല്ലേ, ചക്കര മുത്തല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനുഷ്യർക്ക് സ്നേഹം മനസ്സിലാകും. യേശുവിനെ എങ്ങനെ സ്നേഹിക്കുക? യോഹന്നാന്റെ സുവിശേഷം യേശു പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. നമുക്ക് യേശുവിനെ സ്നേഹിക്കണം. യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളം അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കാനുള്ള ഏക വഴി ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 14-ാം അധ്യായം 23-ാം തിരുവചനം. യോഹന്നാൻ 14:23. യേശു പറഞ്ഞു, എന്നെ പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. ഒരുവന്റെ ഉള്ളം മുഴുവൻ ദൈവത്തിന്റെ കൂടാരമായി മാറും. ഇതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഒരുവൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്റെ വചനം പാലിക്കും. അപ്പൊ എന്നെ ചെയ്യുന്നറിയൂ, പിതാവും പുത്രനും ഞാനും പിതാവും പരിശുദ്ധാത്മാവും കൂടെ അവന്റെ ഉള്ളിൽ വന്നങ്ങ് നിറയാൻ തുടങ്ങും. ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ആര്? ദൈവവചനം പാലിക്കാൻ തുടങ്ങുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, വചനം പാലിക്കുന്നവൻ. ഇന്നൊരു ചോദ്യം, ഈ വചനം പാലിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? എത്ര നാളെ നമ്മൾ ഈ പ്രസംഗം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എന്നെ കൊണ്ടും പറ്റിയിട്ടില്ല. ഇരിക്കണം നിങ്ങളെ കൊണ്ടും പറ്റില്ല. പറ്റണമെങ്കിൽ എന്ത് ചെയ്യുന്നു? യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അടുത്തത് ഫലം പുറപ്പെടുവിക്കണം. അടുത്തത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ കൂടാതെ എനിക്ക് നിങ്ങൾക്ക് വചനം പാലിക്കണം. നമുക്ക് യേശുവിൽ ദൈവത്തെ സ്നേഹിക്കണം. അതിനാര് വേണം? യേശുവിനെ സ്നേഹിക്കണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കർത്താവിൻ്റെ കൂടെ അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബുദ്ധിയുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ തീരുമാന ശക്തി കൊണ്ടോ അല്ലേ, നമ്മളിങ്ങനെ പറയില്ലേ, ഇന്ന് നീ തീരുമാനമെടുത്ത് ഇവിടുന്ന് പൊക്കോളണം, ഈ ധ്യാനത്തിന് നീ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുത്ത് പുറത്ത് കഴിയുമ്പോൾ തീർന്നു. നിനക്ക് പറ്റില്ലത്.
എനിക്കും നിനക്കും പറ്റില്ല. പകരം ആര് വരണം? അവനെ കൂടാതെ ഒന്നും പറ്റില്ല. അവനെ കൂട്ടുകിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 15:12 കൂടെ വായിച്ചു. 11 ഇത് ഞാൻ നിങ്ങളോട് 11 വായിച്ചോ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. കേട്ടോ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ ക്ലാസ് കഴിയാണ്. നിങ്ങളുടെ സന്തോഷം നിറയാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. യേശു പറയാണ്, അതെല്ലാവർക്കും ഇഷ്ടമല്ലേ? എങ്ങനെ സന്തോഷിക്കാന്ന് പറഞ്ഞു തരണം. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സന്തോഷം കൊണ്ട് നിറയണം. എന്നെ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഞാനിതാ നിങ്ങളോടൊരു കൽപ്പന പറയുന്നു. അടുത്തത് വചനം. ഇതാണ് എൻ്റെ കൽപ്പന, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. മതി മതി മതി. കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും കഴിയില്ല. എന്ന് പറയാണ്, അങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ സ്നേഹവും സന്തോഷവും നിങ്ങൾ കുടികൊള്ളാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ ഈ കൽപ്പന പാലിക്കുക. ഏത് കൽപ്പന? ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ. അതെങ്ങനെയാണ് സ്നേഹിച്ചത്? അവിടെയാണ് ഈ വിഷയം കിടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. അടുത്ത വായന വായിച്ചേ. 13. വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നേരത്തെ ഞാൻ പറയുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്കൊന്നും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. സ്നേഹിക്കുക, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുത്ത് സ്നേഹിക്കുക. അപ്പോഴാണ് കർത്താവ് നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ. അപ്പൊ നമ്മളിങ്ങനെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് നമ്മളങ്ങ് വളരാൻ തുടങ്ങിയാൽ ബാക്കി കൽപ്പനകളെല്ലാം പാലിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കാൻ തുടങ്ങും. ചോദ്യം ഇതാണ്, ആരാണ് സ്നേഹിതൻ? അത് കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനം. ആരാണ് നിന്റെ സ്നേഹിതൻ? ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പൊ ചോദ്യം വരും, ആരാണ് സ്നേഹിതൻ? ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ചാൽ നല്ല സമരക്കാരന്റെ കഥ പറയരുത്. ആരാണ് സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ എന്നെ മറുപടി പറയും. അവിടെയാണ് ഈ കർത്താവ് നമ്മളെ ചതിച്ചു കളഞ്ഞത്. ആരാണ് സ്നേഹിതൻ? അവിടെ കർത്താവ് നമുക്ക് നല്ലൊരു പണി വെച്ചത്. പെസഹയുടെ നാളിൽ തൻ്റെ അപ്പോസ്തലന്മാർക്ക് തൻ്റെ ശരീര രക്തങ്ങൾ വിഭജിച്ചു കൊടുത്തിട്ട് അവൻ ഗത്സമനായിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പടയാളികൾ പന്തവും കുന്തവും ഒക്കെ ആയിട്ട് അവനെ പിടിക്കാൻ വന്നു. മുമ്പിൽ വന്നവൻ്റെ പേര് യൂദാസ് ഇസ്കറിയോത്ത. അവൻ അടുത്തേക്ക് വന്നിട്ട് ഗുരുവേ എന്ന് വിളിച്ചു. കർത്താവിനെ നന്നായിട്ട് അറിയാം ആരുടെ കയ്യിലാണോ അവൻ അപ്പം മുറുക്കി കൊടുത്തത്, ആരുടെ കയ്യിലാണോ താലത്തിൽ നിന്ന് അപ്പം കൊടുത്തത്. ഇവൻ എന്നെ ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുൻസൂചനയും കൂടെ കൊടുത്തതാണ്. കർത്താവിന് നന്നായിട്ട് അറിയാം ഈ ശിഷ്യൻ എൻ്റെ വഞ്ചകനാണ്, ഇവൻ ചതിയനാണ്, വഞ്ചിക്കുന്നവനാണ്. അവനെ വന്ന് യേശുവിനെ വിളിച്ചു, സ്നേഹിത. യൂദാ ചതിയനും വഞ്ചകനും തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുന്നവനുമായ വ്യക്തി മുമ്പിൽ വന്ന് കഴിഞ്ഞ 3 വർഷക്കാലം തൻ്റെ കൂടെ നടന്ന പണസഞ്ചിയും പിടിച്ചുകൊണ്ട് തൻ്റെ കൂടെ നടന്ന തൻ്റെ ശുശ്രൂഷ മുഴുവൻ കണ്ട് താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വെളിപ്പെട്ട് കിട്ടിയ ഒരു തന്നെ മുമ്പിൽ നിന്ന് ചതിക്കുമ്പോൾ, തന്നെ ഒറ്റിക്കൊടുക്കുമ്പോൾ, തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ആ അത്രമാത്രം എതിർത്ത വ്യക്തിയെ കർത്താവ് വിളിച്ച പേരാണ് സ്നേഹിത.